ദൈവമക്കൾക്ക് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനോട് കൂടെ എന്നുള്ള ചിന്താവിഷയത്തിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. സദൃശവാക്യത്തിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ശലോമോൻ എഴുതുന്ന വേദഭാഗമാണ് നമ്മുടെ ഇവിടെ വായിപ്പാൻ തക്കണം ഇടയായി ചെന്നത്. ഒന്നുകൂടെ ആ വാക്യം വായിക്കുന്നു. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയമായിട്ടും. അത് ഉറപ്പായ കാര്യമാണ്. ദൈവത്തിന്റെ വചനത്തിൽ, പുതിയ നിയമത്തിൽ അനേക സുവിശേഷ വേലക്കാരോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സുവിശേഷ വേലക്കാരായിരിക്കുന്ന ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു പ്രതിഫലമുണ്ട്. സ്തോത്രം. പ്രതിഫലം സുവിശേഷ വേലക്കാർക്ക് ദൈവസന്നിധിയിലുണ്ട്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതലിന് പ്രതിഫലമുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ ദൈവത്തിന്റെ ദാസനായ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്ന ഭാഗം, സ്തോത്രം, നമ്മള് പൗലോസ് അപ്പോസ്തലൻ അത് എഴുതുകയാണ്. ഒന്ന് വായിക്കാം അത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 17-ാമത്തെ വാക്യം. എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. ഞാൻ മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലം. മനഃപൂർവം ദൈവത്തിന്റെ വേലക്കാർ, ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതൽ മനഃപൂർവം ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പ്രതിഫലമുണ്ട്. മനഃപൂർവം, സമർപ്പണത്തോടെ, തീരുമാനത്തോടെ, പ്രതിഷ്ഠയോടെ, മനഃപൂർവമായി നാം ചെയ്യുന്നുവെങ്കിൽ പ്രതിഫലമുണ്ട്. സ്തോത്രം. പ്രതിഫലമില്ലാതെ അല്ല. ദൈവത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി നടക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ പ്രതിഫലമില്ലാതെ വരികയില്ല. സ്തോത്രം. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് തകർന്നു പോയെന്ന് പറയുവാൻ ദൈവം സമ്മതിക്കുകയില്ല. സ്തോത്രം. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് മനുഷ്യന് വേണ്ടിയല്ല, മറിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി. സ്തോത്രം. ഈ സർവചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ പാപത്തിന്റെ അധമ പാതാളത്തിലേക്ക് തള്ളിക്കളയുവാൻ, നിത്യം നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ പിശാച് തന്ത്രപ്രകാരം ഉപായ രൂപേണ ഹവ്വയെ ചതിച്ച്, മനുഷ്യനെ ചതിച്ച് നിത്യ നരകത്തിൽ കൊണ്ടെത്തിക്കുവാൻ പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിച്ച് ഒതുക്കിക്കളയുവാൻ ശ്രമിക്കുന്ന മണ്ഡലത്തിൽ നിന്നും യേശു കർത്താവിൻ്റെ അതേ സ്തോത്രം ശക്തമായ ഇടപെടൽ മുഖാന്തരം, സ്തോത്രം, അവന്റെ ആ പ്രവൃത്തി മുഖാന്തരം നമുക്ക് നിത്യത ഒരുക്കി മാനിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവം തമ്പുരാൻ, സ്തോത്രം, അപ്പോസ്തലനായ പൗലോസിൽ കൂടെ പറയുകയാണ് ഒരു പ്രതിഫലം ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. പ്രതിഫലിച്ച കൂടാതെ ദൈവനാമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലേ, നിനക്ക് പ്രതിഫലമുണ്ട്. ഈ ഭൂമിയിൽ പ്രതിഫലമുണ്ട്, വരാനിരിക്കുന്ന ലോകത്തിലും പ്രതിഫലമുണ്ട്. നമുക്ക് സ്തോത്രം അനേക പ്രതിഫലങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, അവിടെ ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ളതായ വിശുദ്ധന്മാരോട് പറയുന്ന ഭാഗമുണ്ട്. കാരണം
ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പ്രത്യാശയുള്ള ദൈവമക്കളാണവർ. പ്രത്യാശയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുക. പ്രത്യാശയോടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളും വേദനകളും കടന്നു വരുവാനിടയായി തീർന്നു. അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നപ്പോൾ അവരോട് വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്ന പ്രബോധന ചിന്തയാണ് നമ്മൾ വായിക്കുന്നത്. വായിക്കാം. സ്തോത്രം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം, 19-20 വായിക്കാം. യേശുവിന്റെ മുൻപാകെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ആശയോ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങളുമല്ലയോ? കേട്ടോ, സന്തോഷത്തിന്റെ കിരീടം ആരാകുന്നു? നിങ്ങളല്ലയോ? വചനം കേട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളാണ് എന്റെ പ്രശംസാ കിരീടം. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രതിഫലമുണ്ട്. സ്തോത്രം. അവരോടുള്ള ബന്ധത്തിൽ അഭിഷേകം പറയുകയാണ്, നിങ്ങളാണ് എന്റെ പ്രതിഫലം, നിങ്ങളാണ് എന്റെ സന്തോഷത്തിന്റെ കിരീടം. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. സ്തോത്രം. പഴയ നിയമ പിതാക്കന്മാരോടുള്ള ബന്ധത്തിലും വളരെ ശക്തമായിട്ട് അതേ സ്തോത്രം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അബ്രഹാം മെസൊപ്പൊത്താമിയായ ഊരിൽ നിന്നും വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ്. ദൈവം നേരിട്ട് ഇറങ്ങി വന്ന അബ്രഹാമിനോട് പറയുകയാണ്. നമുക്കറിയാം, അബ്രഹാം വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്ന കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവനാണ് അബ്രഹാം. അബ്രഹാമിന്റെ അപ്പനായിരിക്കുന്ന തേരഹ ആയിട്ട് ഒന്നിച്ച് താമസിക്കുന്ന വേളയിൽ അബ്രഹാമിന്റെ അടുക്കൽ ദൈവം വന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിടുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം മറ്റൊന്ന് ചിന്തിക്കാൻ തയ്യാറായില്ല. സ്തോത്രം. ദൈവ ശബ്ദത്തിന് മുൻപിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത അബ്രഹാം, സ്തോത്രം, വിശ്വാസത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അപ്പനോട് ഈ കാര്യം പറഞ്ഞു, അപ്പാ, എന്നോട് ദൈവം സംസാരിച്ചു, അതുകൊണ്ട് ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദത്തിന് മുൻപിൽ ഞാൻ സമർപ്പിച്ചു. അപ്പൻ തേരഹ് പറയുകയാണ്, മോനെ, ഞാനും നിന്റെ കൂടെ പോരാ എന്ന് പറഞ്ഞവൻ ഒന്നിച്ച് യാത്ര തിരിച്ച് ഹാരാനിൽ വന്ന് പാർക്കുന്നു. ഹാരാനിൽ വെച്ച് തേരഹ് അത് മരണത്താൽ മാറ്റപ്പെട്ടു. പക്ഷേ അബ്രഹാം അവിടെ നിൽക്കാൻ തയ്യാറായില്ല. കാരണം ദൈവത്തിന്റെ വിളി അത്ര വലിയതായിരുന്നു. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം വിശ്വാസത്താൽ ഇറങ്ങിത്തിരിക്കുവാനിടയായിത്തുന്നു. നമുക്ക് അറിയാൻ കഴിയുന്നു, അത് ഹാരാനിൽ നിന്നും അബ്രഹാം വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ്. വാഗ്ദത്ത ദേശത്ത് വന്ന് പാർക്കുന്ന സമയത്ത് അനന്യ തന്റെ സഹോദര പുത്രനായിരിക്കുന്ന ലോത്തും തന്നെ വിട്ട് മാറ്റപ്പെട്ടു. ആരണ്യ ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിക്കുക, മനസ്സുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുക. ഞാൻ ചിന്തിക്കുകയാണ്, അബ്രഹാം ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കാണും, എൻ്റെ കൂടെ അപ്പനില്ല, എൻ്റെ കൂടെ അമ്മയില്ല, എൻ്റെ കൂടെ സഹോദരങ്ങളില്ല, എൻ്റെ കൂടെ ബന്ധുക്കളില്ല, എൻ്റെ കൂടെ ചാർച്ചക്കാരില്ല. ഉയരത്തിലേക്ക് നോക്കിയാൽ ആകാശം, കീഴിലേക്ക് നോക്കിയാൽ ഭൂമി, നീ അല്ലാതെ മറ്റൊന്നില്ല. നിനക്ക് വേണ്ടി സമർപ്പിച്ച് ഇറങ്ങിത്തിരിച്ച് എനിക്ക് സ്വത്രം സഹായഹസ്തം നിന്നിൽ നിന്നും മാത്രമാണ് എനിക്കുള്ളതെന്നുള്ള ആ സന്തോഷത്തോടെ പ്രത്യാശയോടെ അബ്രഹാം പ്രാർത്ഥിച്ചു കാണാം. അതുകൊണ്ടായിരിക്കാം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. അതിനുശേഷം അബ്രഹാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അതിനുശേഷം അബ്രഹാമിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമേശക്കുകാരനായ
ഈ എലയാസറത്രേ എന്ന് പറഞ്ഞു. കണ്ടോ? സ്തോത്രം. നോക്കിയേ, താൻ ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തോട് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവമേ, ആകാശത്തിലെ നോക്കിയാലും ഭൂമിയിലേക്ക് നോക്കിയാലും നീ മാത്രമേ ഉള്ളൂ. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ബന്ധുക്കളില്ല, ചാർച്ചക്കാരില്ല, സ്നേഹിതരില്ല. ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരു ദൂത് ഞാൻ കൈമാറാം. നീ ഒറ്റയ്ക്കല്ല, നിന്നെ വിളിച്ച ദൈവം ജീവനുള്ള ദൈവമാണ്. സ്വതന്ത്രം. നീ കെട്ടപ്പെട്ട വ്യക്തിയല്ല, നീ സ്വതന്ത്രയാകപ്പെട്ട വ്യക്തിയാണ്. നീ ബന്ധിക്കപ്പെട്ട വ്യക്തിയല്ല, നീ സ്വതന്ത്രയാകപ്പെട്ട വ്യക്തിയാണ്. നിന്നെ ഒതുക്കാൻ നോക്കുന്ന മാനസിക സംഘർഷങ്ങളുണ്ട്, നിന്നെ ക്ഷീണിപ്പിക്കാൻ നോക്കുന്ന മാനസികമായ സംഘർഷങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ നീ ഒറ്റയ്ക്കല്ല. കർത്താവ് പറയുകയാണ്, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണ്. സ്തോത്രം. പരിച സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. സ്തോത്രം. അതേ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനോട് പറയുക, ഞാനാണ് നിന്റെ പ്രതിഫലം. ദമ്മേശക്കുകാരനായ സ്തോത്രം എലയാസർ മാത്രമാണ് എനിക്കുള്ളത്. എനിക്ക് ശേഷം എനിക്കുള്ള സർവ സമ്പത്തിനും അവകാശി സ്തോത്രം എലയാസറാണെന്ന് പറയുമ്പോൾ ദൈവം പറയുക, നിന്റെ ഹല്ലേലൂയ സ്തോത്രം അടുക്കൽ നിൽക്കുന്ന എലയാസർ അല്ല നിന്റെ അവകാശി. സ്തോത്രം. നിന്റെ കടിപ്രദേശത്ത് നിന്ന് തന്നെ നിനക്കൊരു തലമുറ വരാൻ പോകുകയാണ്. സ്തോത്രം. നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ ചില വിടുതലുകൾ വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. 4 സൈഡും നിനക്ക് ബന്ധനമുണ്ടായിരിക്കാം. പത്രോസ് കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. 18 പേരുടെ നടുവിലാണ് അവൻ കിടക്കുന്നത്. 18 പേരുടെ നടുവിൽ 4 ചേവകരുള്ള 16 ചേവകരുടെ നടുവിൽ 2 പേർ അപ്പുറത്തും ഇപ്പുറത്തുമായി അല്ലാതെയും നിൽക്കുന്ന ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസ് വിശ്വാസത്തോടെ കിടന്നുറങ്ങുമ്പോൾ, കെട്ടപ്പെട്ടവനായി കിടന്നുറങ്ങുമ്പോൾ, അടുത്ത നിമിഷം അവന്റെ തല ഛേദിക്കപ്പെടും. യാക്കോബിന്റെ തല ഛേദിക്കപ്പെട്ട മണ്ഡലം അത് പത്രോസിനും വെളിപ്പെടും എന്ന് പത്രോസ് അത് ചിന്താമത്തനായിട്ട് ഭാരത്തോടിരിക്കുകയല്ല, മറിച്ച് തൻ്റെ അനന്യ ജീവൻ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അതേ സ്വത്ര പ്രത്യാശയോടെ പത്രോസ് കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ സഭയിലുള്ള സഹോദരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, പത്രോസിനെ പുറത്തു കൊണ്ടുവരണമേ. കെട്ടപ്പെട്ടവനെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ തീരുമാനിക്കുക. അതേ സ്വത്രം നാം പഠിക്കുന്നു, ശത്രു എത്ര ഉന്നതനാണെങ്കിലും അത്യുന്നതനായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ ഏത് കെട്ടിൽ നിന്നും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഏത് ബന്ധനത്തിൽ നിന്നും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്നും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ അടുക്കൽ യേശു വന്നിട്ടുണ്ട്. നിന്റെ അടുക്കൽ യേശു വന്നിട്ടുണ്ട്. അവൻ തേജോമനായ ദൈവമാ, അവൻ സർവശക്തിയുള്ള ദൈവമാ, അവൻ സർവജ്ഞാനിയായ ദൈവമാ, അവൻ സർവവ്യാപിയായ ദൈവമാ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവം നിന്റെ അടുക്കൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നിന്നെ വിടുവിക്കും. അവൻ നിന്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി ദൂത് പറയാൻ പറയുന്നു, നിനക്കൊരു വിടുതൽ വെളിപ്പെടാൻ സമയമായി. പ്രതിഫലം സ്വർഗം നിനക്ക് തരാൻ പോകുക. പ്രതിഫലം വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നീ സ്വത്രം തകർന്നു പോയെന്ന് പറയാൻ ദൈവം സമ്മതിക്കുകയില്ല. സ്വത്രം അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ സ്വത്രം വീട്ടിൽ നിന്നും ഒന്നുമില്ലാത്തവനായിട്ടാ അവൻ കടന്നു വരുന്നത്. സ്വത്രം ചില അതേ കെട്ടുകളൊക്കെ കാണുമായിരിക്കും, പക്ഷേ സ്വത്രം ഒരു നന്മയും അവന് പറയുവാനില്ല. യാക്കോബ് പറയുന്നുണ്ട്,
കൊണ്ട് ഒരു വടിയോടുകൂടി ഈ യോർദാൻ കടന്നു എന്ന് യാക്കോബ് പറയുന്നുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നുണ്ട്, ഇസഹാക്കേ, നീ സ്തോത്രം ഈ ദേശത്ത് നിന്നെങ്ങും പോകണ്ട, ഈ ദേശത്ത് വിതയ്ക്കുക, 100 മേനി ഫലം ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവൻ തകർന്നു പോകാൻ അവൻ സമ്മതിക്കുകയില്ല. ഇത് അന്ത്യകാലമാണെങ്കിലും പരിശുദ്ധാത്മാവ് അതേ സ്തോത്രം വളരെ വ്യക്തമായിട്ട് പറയുന്നു. സ്തോത്രം. പ്രതിഫലമുണ്ട്, പ്രതിഫലമുണ്ട്. ഈ ഭൂമിയിൽ വിശ്വാസത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലേ, നിനക്ക് പ്രതിഫലമുണ്ട്. നിന്റെ കുടുംബത്തിന് പ്രതിഫലമുണ്ട്. നിന്റെ തലമുറയ്ക്ക് പ്രതിഫലമുണ്ട്. അതരകാരമൗടനവേ നിന്നെ തകർത്ത് കളയാൻ ഒരു ശക്തിക്കും അതേ സ്തോത്രം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കയില്ല. നിനക്ക് പ്രതിഫലമുണ്ട്. സ്തോത്രം. യേശുവിന്റെ ക്രൂശ് ചുമന്ന കുറേനക്കാര് ശീമോന്റെ തലമുറ അലക്സാണ്ടരൻ രൂപോത്സവം ക്രിസ്തുവിൽ പ്രസിദ്ധരായെങ്കിൽ സ്തോത്രം, യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവ പൈതലേ, നിനക്ക് പ്രതിഫലമുണ്ട്. ഒരിക്കലും നീ അനാഥനല്ല, അനാഥനല്ല എന്നിന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുകയാണ്. സ്തോത്രം. നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. സ്തോത്രം. രൂത്ത് ബോസിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. അതിന് 10-ാമത്തെ വാക്യം വായിച്ചു. 10-ാമത്തെ വാക്യം. എന്നാലെ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ, ഞാൻ അന്യജാതിക്കാരി ആയിരിക്കെ എന്ന് നമുക്കതിനെ സ്തോത്രം ഒന്നുകൂടെ ചിന്തിച്ച് പറയാം. ഞാൻ അന്യജാതിക്കാരി ആയിരിക്കെ, അന്യ ആ ജാതിയും അന്യദേശക്കാരിയും നോക്കിയേ. സ്തോത്രം. അന്യജാതിക്കാരി, അന്യദേശക്കാരി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്കെന്നോട് ദയ തോന്നിയത് എങ്ങനെ? സ്തോത്രം. ശ്രദ്ധിക്കണമേ. ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിച്ചു. തൻ്റെ ഭർത്താവ് മഹ്ലോൻ മരണത്താൽ മാറ്റപ്പെട്ടു. തൻ്റെ അമ്മായിയപ്പൻ സ്തോത്രം മരണത്താൽ മാറ്റപ്പെട്ടു. തൻ്റെ സഹോദരൻ സ്തോത്രം മരണത്താൽ മാറ്റപ്പെട്ടു. തൻ്റെ അമ്മായിയമ്മ മാത്രം കൂടെയുള്ളൂ. തൻ്റെ സഹോദരി തന്നെ വിട്ടു പോവുകയാണ്. അമ്മായിയമ്മയെ ചുംബനം ചെയ്തിട്ട് മടങ്ങിപ്പോവുകയാണ്. ഈ സമയത്ത് അമ്മായിയമ്മ അറിഞ്ഞ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന രൂത്ത് പ്രാർത്ഥനാക്കാരിയായി മാറുകയാണ്. അവൻ പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. ശ്രദ്ധിക്കണമേ. യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ പെൺകുട്ടി അവൾ ചെയ്തത് എന്താണ്? അവിടെ അമ്മായിയമ്മയെ സ്നേഹിക്കുകയാണ്. അവിടെ അമ്മായിയമ്മയെ സ്നേഹിച്ചു. അവൾ വിളിച്ച ദൈവത്തെ സ്നേഹിക്കുകയാണ്. ആ ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുക്കുന്ന ആ പെൺകുട്ടിയുടെ സാന്നിധ്യം ആ അമ്മായിയമ്മയ്ക്ക് ഒരു ആശ്വാസം ആയി മാറുകയാണ്. സ്വതന്ത്രം. അങ്ങനെ അവൾ ആ അമ്മായിയമ്മയുമായിട്ട് ഈ ദേശത്തേക്ക്, കനാൻ ദേശത്തേക്ക്, അത് ബേത്ലഹേമിലേക്ക് കടന്നു വരികയാണ്. ബേത്ലഹേമിൽ വന്ന് പാർക്കുന്ന സമയത്ത് ഒരു ദിവസം പോലും താമസിക്കാതെ അവൾ അടുത്തുള്ള കണ്ടത്തിലേക്ക്, കൃഷിയിടത്തിലേക്ക്, ആ ഞാറുകൾ അത് നട്ടതായ, വളർന്നു വന്നതായ, കൊയ്ത്തുള്ള സമയമായപ്പോൾ കൊയ്യുന്നവരുടെ ഇടയിൽ ആ നെൽമണി പെറുക്കുവാൻ വേണ്ടി, ആ കതിരുകൾ പെറുക്കുവാൻ വേണ്ടി, ആ ഗോതമ്പിൻ്റെയും
അത് നെല്ലിൻ്റെയും യവത്തിൻ്റെയും മണികൾ പെറുക്കുവാൻ വേണ്ടി അവൾ കടന്നു വരികയാണ്. ഒരു ദിവസം പോലും അമ്മായിയമ്മയുടെ കൂടെ താമസിക്കാതെ അമ്മായിയമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി ബന്ധപ്പെടുന്ന ഒരു മരുമകൾ, സമർപ്പണമുള്ള ഒരു മരുമകൾ. ആ മരുമകളെ കുറിച്ച് 11-ാമത്തെ വാക്യത്തിൽ വായിക്കാം. 11-ാമത്തെ വാക്യം, 2:11. ബോവസ് അവളോട്, മരിച്ച ശേഷം നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിയമ്മയ്ക്ക് നീ അമ്മായിയമ്മയ്ക്ക് ചെയ്തിരിക്കുന്നത് നിന്റെ അപ്പനെയും അമ്മയെയും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുൻപേ അറിയാത്ത ജനത്തിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും വന്നിരിക്കുന്നതുമായ വിവരങ്ങളൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. വിജാതിയായിരിക്കുന്ന എന്നോട് മനസ്സലിയുവാൻ, അന്യജാതിക്കാരിയായ എന്നോട് മനസ്സലിയുവാൻ, അന്യ സംസ്ഥാനക്കാരിയായിരിക്കുന്ന എന്നോട് മനസ്സലിയുവാൻ ഞാൻ എന്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അതേ സ്വത്രം ബോവസ് പറയുകയാ, നിന്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതൊക്കെയും ഈ ദേശത്ത് പാട്ടായിരിക്കുന്നു. ദൈവത്തിനു വേണ്ടി ഒരു നിമിഷം സമർപ്പിക്കപ്പെട്ട നമ്മുടെ ഈ 2 കണ്ണുകൊണ്ട് മാത്രമേ നമ്മൾ ലോകത്തെ കാണുന്നുള്ളൂ. പക്ഷെ 1000 കണ്ണുകൾ നമ്മളെ നോക്കുകയാണ്. ഒരു 2 കണ്ണുകൾ കൊണ്ട് മാത്രം നമ്മൾ ഈ ലോകത്തെ കാണുകയും നമ്മുടെ കരങ്ങൾ കൊണ്ട് ലോകത്തിൽ പ്രവർത്തിക്കുകയും നമ്മുടെ ശരീരം കൊണ്ട് ഭവനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നാം അറിയുന്നില്ല. നമ്മൾ പ്രസിദ്ധരാകുന്നത് ഇന്ന് അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവവും നിനക്ക് സാക്ഷിയായി മാറുമ്പോൾ നീ ദൈവനാമത്തിനു വേണ്ടി ചെയ്യുന്നത് നിന്റെ 2 കണ്ണുകൊണ്ട് മാത്രം കാണുമ്പോൾ നിന്നെ 1000കണക്കിന് കണ്ണുകൾ കാണേണ്ടതിന് വേണ്ടി ദൈവം അവരെ നിന്നെ ശ്രദ്ധിക്കുവാൻ വേണ്ടി അതേ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുകയോ. നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കുക. എന്തിനെന്നറിയാമോ? നിനക്ക് പ്രതിഫലം തരാൻ. നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലം തരാൻ. ഇന്ന് വരെ നിന്നെ അതുപോലെ ആരും കണ്ടിട്ടില്ലല്ലോ, ഇന്ന് വരെ അതുപോലെ നിന്നെ ആരും നോക്കിയിട്ടില്ലല്ലോ. നീ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചില്ലേ, അയ്യോ കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ നിന്നിട്ട്, നിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട്, നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് എനിക്കൊരു പ്രതിഫലം കാണാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കൊരു വിടുതൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞില്ലേ? ഇന്നൊരു പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, നിനക്കൊരു പ്രതിഫലം വരാൻ പോകുകയാ, നിന്റെ വാഗ്ദത്തം വരാൻ പോകുകയാ. ആർക്കും തടയാൻ കഴിയാത്ത നിലയിൽ, ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത നിലകളിൽ അത്ഭുതകരമായ ഒരു മറുപടി നിന്നെ തേടി വരാൻ പോകുകയാ. നീ അറിയാത്ത വഴികൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ, നീ അറിയാത്ത പാതകൾ നിനക്ക് വേണ്ടി വെട്ടി തുറക്കാൻ പോകുകയാ. ചില രോഗക്കെട്ടുകളും സ്വർഗം നിന്നിൽ നിന്നും അഴിച്ചു മാറ്റാൻ പോകുകയാ. ചില ഭാരക്കെട്ടുകൾ സ്വർഗം നിന്നിൽ നിന്നും അഴിച്ചു മാറ്റാൻ പോകുകയാ. ചില പ്രതികൂല സാഹചര്യങ്ങൾ സ്വർഗം നിന്നിൽ നിന്നും എടുത്തു മാറ്റുവാൻ പോകുകയാ. നിനക്ക് വേണ്ടി ദൈവം തീക്ഷ്ണത കാണിക്കുകയോ. 2-ാം അധ്യായം രൂത്തിന്റെ പുസ്തകം 12-ാമത്തെ വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ബോവസ് പറയുകയാ, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. രൂത്തിനെ കുറിച്ച് അതേ സ്വത്രം, അതിന്റെ അവിടുത്തെ തലമുറയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതേ സ്വത്രം അതിന്റെ അടുത്ത ജനറേഷനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ 4-ാം തലമുറക്കാരനാണ് ദാവീദിന്റെ അപ്പൻ. സ്വത്രം ദാവീദിന്റെ അടുത്ത തലമുറ ദാവീദ്. അതേ സ്വത്രം
നെക്സ്റ്റ് ജനറേഷനായി വന്നു കഴിയുമ്പോൾ യേശു ക്രിസ്തുവും രൂത്തിന്റെ തലമുറ, രൂത്തിന്റെ മക്കളിൽ സ്വത്രം വല്യമ്മയായി മാറത്തക്കവണ്ണം ദൈവം ആ മകളെ കരങ്ങളെടുത്തെങ്കിൽ അവിടെ സമർപ്പണത്തിന്റെ നടുവിൽ, അവിടെ തീരുമാനത്തിന്റെ നടുവിൽ, അവിടെ പ്രതിഷ്ഠയുടെ നടുവിൽ വിജാതീയ സ്ത്രീയായിരിക്കുന്ന, അന്യജാതിക്കാരിയായ സ്ത്രീയായിരിക്കുന്ന, അന്യദേശക്കാരിയായ സ്ത്രീയായിരിക്കുന്ന ആ യൂത്തിനെ കുടുംബത്തിൽ കൊണ്ടുവന്ന് ദൈവം ഉയർത്തത്തക്കവണ്ണം മാനിച്ചെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നീ തകർന്നു പോയെന്ന് പറയാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ ചില വിടുതലുകൾ നൽകി തന്നു, നിന്റെ മുഖത്തെ ആദരിച്ചു അത്ഭുതകരമായ മറുപടി സ്വർഗത്തിന്റെ മക്കൾ ഏൽപ്പിച്ച് നിന്നെ നടത്താൻ ദൈവം വിശ്വസ്തനായ ദൈവമോ. ഇന്ന് പകൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ദൈവമുണ്ട്. സ്തോത്രം. ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം, 20 വാക്യങ്ങൾ 22-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. സ്തോത്രം. താഴ്മയ്ക്കും യഹോവാ ഭക്തിക്കും ഉള്ള പ്രതിഫലം. വായിച്ചാട്ടം. താഴ്മയ്ക്കും യഹോവാഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകും. സ്തോത്രം. ധനവും മാനവും ജീവനും. സ്തോത്രം. നിന്റെ ജീവനെ അപായപ്പെടുത്താൻ ഏതെങ്കിലും മണ്ഡലങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ തളർത്താൻ നോക്കുന്ന ഏതെങ്കിലും മണ്ഡലമുണ്ടെങ്കിൽ നിനക്ക് ജീവൻ പകരുന്ന ഒരു ദൈവമുണ്ട്. യഹോവാ ഭക്തിക്കും സ്തോത്രം താഴ്മയ്ക്കുമുള്ള പ്രതിഫലമാ ധനവും മാനവും ജീവനും. സ്തോത്രം. നിനക്ക് മാനം വരുത്തണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. നിനക്ക് ധനം തരണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം. നിനക്ക് ജീവൻ തരണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വീട്ടിൽപ്പെട്ടവരെയൊക്കെ അറിയിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് സ്തോത്രം മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഡോക്ടേഴ്സ് പറഞ്ഞു മരിച്ചു, ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ, വീട്ടുകാരെ അറിയിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെയും വിളിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഫോൺ ആ സഹോദരി ചെവിയുടെ കൊണ്ട് വെക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആ നിമിഷം ആ സഹോദരി പെട്ടെന്നൊന്ന് ഞെട്ടുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. പെട്ടെന്ന് ജീവൻ മടങ്ങി വന്നു, ആരോഗ്യം മടങ്ങി വന്നു. ആ സഹോദരിയെ ഡോക്ടർ നോക്കുമ്പോൾ പെട്ടെന്ന് ആ സഹോദരി നോർമലായി വരുന്നത് അതേ അവർ കണ്ടു. ഡോക്ടേഴ്സ് പെട്ടെന്ന് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് സ്തോത്രം അന്ന് വൈകുന്നേരമായപ്പോൾ ആ സഹോദരിയെ വീട്ടിലേക്ക് അവർ പറഞ്ഞു വിട്ടു. മെഡിക്കൽ കോളേജ് അതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന്. സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, സ്തോത്രം, ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, സ്തോത്രം, ദൈവം ഈ ഭൂമിയിൽ വെച്ച് തരേണ്ട അനുഗ്രഹങ്ങൾ തന്നതിന് ശേഷം മാത്രമേ അവൻ നിന്നെ വിളിക്കുകയുള്ളൂ. സ്തോത്രം. അവൻ നിന്നെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് സ്തോത്രം ദൈവത്തിന് വലിയ പ്ലാനുണ്ട്, വലിയ പദ്ധതിയുണ്ട്. സ്തോത്രം. നിന്റെ വസ്തു, കർത്താവ് പറയുന്നുണ്ട്, നീ എൻ്റെ നാമത്തിന് വേണ്ടി വസ്തു വിട്ടുകൊടുത്താൽ, നീ എൻ്റെ നാമത്തിന് വേണ്ടി വീട് വിട്ടുകൊടുത്താൽ, നീ എൻ്റെ നാമത്തിന് വേണ്ടി ഒരു ഗ്ലാസ് തണ്ണീർ മാത്രം കൊടുത്താൽ അതിന് പ്രതിഫലമില്ലാതെ വരികയില്ല. നമുക്ക് വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. സ്തോത്രം. 41-ാമത്തെ വാക്യം വായിച്ചാൽ. 41-ാമത്തെ വാക്യം. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്റെ നാമത്തിന് വേണ്ടി ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കയില്ല എന്ന് സത്യമായിട്ട് നിങ്ങൾ യേശു ക്രിസ്തു പറയുകയാണ്. ഒരു ഗ്ലാസ് തണ്ണീർ കുടിപ്പാൻ മാത്രം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതിരിക്കയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കണമേ. യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ
യേശുവിന്റെ നാമത്തിനു വേണ്ടി നീ എന്തെങ്കിലും ചെയ്താൽ നിനക്ക് പ്രതിഫലം കിട്ടാതെ ഇരിക്കയില്ല. സ്വത്രം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിനു വേണ്ടി നിന്റെ ഹൃദയം കൊടുത്താൽ അതിന്റെ പ്രതിഫലം നിനക്കുണ്ട്. യേശുവിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിച്ചാൽ നിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുക. നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുക. പൗലോസ് അപ്പോസ്തലൻ അവന്റെ കാരാഗ്രഹ പ്രമാണിയോട് പറയുന്നൊരു വാക്കുണ്ട്. താൻ തന്നെത്താൻ മരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പൗലോസ് പറയുക, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ കാരാഗ്രഹ പ്രമാണി ചോദിക്കുക, സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും, രക്ഷ പ്രാപിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമേ, യേശുവിന് വേണ്ടി നിന്നെ കൊടുത്താൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. സ്വത്രം. ഒരു നല്ല ഒരു വൃക്ഷമുണ്ടെങ്കിൽ ആ വൃക്ഷത്തിന് തായ്വേരുണ്ടെങ്കിൽ, ആ വൃക്ഷത്തിന് ശാഖവേരുണ്ടെങ്കിൽ, ശാഖവേരുകളും അനുഗ്രഹിക്കപ്പെടുകയോ തായ്വേരും അനുഗ്രഹിക്കപ്പെടുകയോ അതിന്റെ ശിഖരങ്ങളും അനുഗ്രഹിക്കപ്പെടുകയോ വെള്ളം കിട്ടുന്നിടത്തോളം കാലം ആ വൃക്ഷത്തിന് പച്ചിപ്പുണ്ടാകുന്നത് പോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് വളരുന്ന നിനക്ക് പ്രതിഫലമുണ്ട്. നിന്റെ തലമുറയ്ക്ക് പ്രതിഫലമുണ്ട്, നിന്റെ ഭവനത്തിന് പ്രതിഫലമുണ്ട്, നിന്റെ ദേശത്തിന് പ്രതിഫലമുണ്ട്. നീ നിമിത്തം നിന്റെ ദേശം വിടുവിക്കപ്പെടുകയും. അബ്രഹാമിനോട് ദൈവം പറയുക, നിന്നോട് ചോദിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? ലോത്തിനോടുള്ള ബന്ധത്തിൽ, സോദോമിനോടുള്ള ബന്ധത്തിൽ സ്വത്രം ദൈവത്തിന്റെ ദൂതന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്, സ്വത്രം നിന്നോട് ചോദിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? മതില് കെട്ടി ഇടിവ് നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, സമർപ്പിക്കപ്പെട്ട ദൈവ പൈതലെ, ഏൽപ്പിക്കപ്പെട്ട ദൈവ പൈതലെ, നിന്നോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി ദേശത്തിന്റെ ന്യായവിധിയായി വെളിപ്പെടുകയുള്ളൂ. എന്തെങ്കിലും ഒരു വിഷയം നിന്റെ ദേശത്ത് നടക്കണമെങ്കിൽ അത് നിന്നോട് ചോദിക്കണം. കാരണം നീ ദൈവത്തിന് വിലപ്പെട്ട ദൈവ പൈതല. സ്വത്ര. ഇന്ന് പകൽ സ്വത്ര നീ അത് ഒറ്റപ്പെടൽ അനുഭവിച്ച് മനസ്സ് തളർന്ന് ക്ഷീണിച്ച് അതേ സ്വത്രം നീ ഒതുക്കപ്പെട്ടവളായി ഇരിക്കേണ്ടവനല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ കർത്താവുണ്ട്. ഇന്ന് പകൽ നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. ഒരു വലിയ അത്ഭുതം സ്വർഗം നിനക്ക് വേണ്ടി തരാൻ പോകുക. വചനം പറയുന്നു, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും പുരാതന സമ്പത്ത് ദൈവത്തിന്റെ പക്കലുണ്ട്. കേട്ടോ സ്വത്രം. ദൈവത്തിന്റെ പക്കൽ ധനവും മാനവും ജീവനുമാ. സ്വത്രം. പുരാതന സമ്പത്ത് അവന്റെ പക്കലുണ്ട്. അതേ സ്വത്രം. നീ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, ഒരു കാരണവശാലും നീ ഒതുങ്ങി പോകരുത്. നിന്റെ കൂടെ ദൈവമുണ്ട്. സ്വത്രം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, യെശയ്യാപ്രവചനം 40-ാം അധ്യായം എടുത്താട്ടെ. യെശയ്യാപ്രവചനം 40-ാം അധ്യായം സ്വത്രം 10-11 വാക്യങ്ങൾ വായിക്കാം. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം നടത്തുന്നു. കൂലി അവന്റെ പക്കലും. സ്വത്രം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയാ, കൂലി അവന്റെ പക്കലുണ്ട്, പ്രതിഫലവും അവന്റെ കയ്യിലുണ്ട്. സ്വത്രം. അപ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലിന് എപ്പോഴും സ്വത്ര പ്രതിഫലമുണ്ട്. ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഈ 24 മണിക്കൂറും നമ്മളെ ജയോത്സവത്തോടെ നടത്തുന്ന ദൈവമാണ്.
നമുക്ക് വേണ്ട ഓക്സിജൻ തന്ന് നമ്മുടെ ബ്ലഡിന് ഒരു കോട്ടം തട്ടാതെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആ രക്തം നമ്മുടെ ശിരസ് മുതൽ പാദം വരെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഓരോ ഞരമ്പുകളിൽ കൂടെ ഒഴുകുന്ന രക്തം ശ്രദ്ധിക്കണമേ. ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും അതേ സ്വത്രം ഈ രക്തത്തിന് ഒരു കോട്ടം തട്ടാതെ അതേ ബ്ലോക്ക് വരുത്താതെ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിന്റെ കരുതല്, അത് നമുക്ക് വേണ്ട ഓക്സിജൻ തന്ന്, നമുക്ക് വേണ്ട ആരോഗ്യം തന്ന്, നമുക്ക് വേണ്ട ബലം തന്ന്, നമുക്ക് വേണ്ട ശക്തി തന്ന് നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹം ഒന്ന് ഓർത്തു നോക്കിക്കേ. അല്ലെങ്കിൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, നിന്റെ പ്രാണനെ പരിപാലിക്കുമെന്ന് വചനം പറയുന്നത് പോലെ ഓരോ ദിവസവും 24 മണിക്കൂറും സ്വന്തം ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങളും ഓർത്തു നോക്കിക്കേ. 55 വയസ്സുള്ള ഒരു വ്യക്തി ഏകദേശം 20,070 ദിവസം അത്ഭുതകരവും അതിശയകരമായിട്ട് ദൈവം നടത്തുന്നെങ്കിൽ 70 വയസ്സുള്ള ഒരു വ്യക്തി 25,000 പരം ദിവസങ്ങൾ ദൈവം നടത്തുന്നുവെങ്കിൽ സ്വത്രം 80 വയസ്സുള്ള ഒരു വ്യക്തിയെ അത്ര ആയിരക്കണക്കിന് ദിവസങ്ങൾ ദൈവം നടത്തുന്നെങ്കിൽ ഹല്ലേലൂയ. അതേ 90-ാം സങ്കീർത്തനത്തിൽ തന്റെ സഹോദരന്റെ നിര്യാണ ശേഷം അതേ മോശ പാടുന്ന സങ്കീർത്തനത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ നാളുകളെ എന്നെ പഠിപ്പിക്കണമേ. നമ്മുടെ നാളുകൾ ഓരോ ദിവസവും നമുക്ക് വേണ്ടി ദൈവം തരുന്ന അത്ഭുതകരമായ നടത്തിപ്പ്, ഓരോ ദിവസവും നമുക്ക് തരുന്ന പ്രതിഫലം വലിയതാണ്. സ്വത്രം നമുക്ക് വേണ്ട സമ്പത്ത്, നമുക്ക് വേണ്ട ആരോഗ്യം, നമുക്ക് വേണ്ട ബലം, നമുക്ക് വേണ്ട ശക്തി, നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അഭിവൃദ്ധികളും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട തലമുറ, അനുഗ്രഹിക്കപ്പെട്ട വാഹനങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട വസ്തു, അനുഗ്രഹിക്കപ്പെട്ട വീട്, അനുഗ്രഹിക്കപ്പെട്ട ജോലി, അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥകൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി നടത്തുന്ന അവന്റെ സ്നേഹം ഇതുവെല്ലാം കണ്ടുകൊണ്ടാണോ ഇവിടെ ജന്മം കൊണ്ടത്? എന്നാൽ അല്ലെങ്കിൽ ബൈബിൾ പറയുന്നു, തലയിലെ തലമുടി 4 വരെ എന്നെ തിട്ടപ്പെടുത്തിയിരിക്കുന്നു, അതിലൊന്ന് നിലത്ത് വീണാൽ ഞാൻ അറിയുന്നുവെന്ന് വചനം പറയുന്നുവെങ്കിൽ എത്രയോ അത്ഭുതകരവും എത്രയോ അതിശയകരമായിട്ട് നമ്മെ നടത്തുന്ന ദൈവം പറയുന്നു, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം എന്താണ്? ധനവും മാനവും ജീവനുമാകുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ കൂടെയാണ് ദൈവം നടത്തുന്നത്. ശ്രദ്ധിക്കണമേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 5-ാം അധ്യായം തിരുസഭയോട് കർത്താവായ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ഭാഗമാണ്. 5-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ തിരുസഭയോട് പറയുന്ന വാക്കുകളാണ്. അതിൽ 11-ാമത്തെ വാക്യം, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. എന്നിട്ട് അതുകൊണ്ട് ഘോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങളെ കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ പകരം ചോദിക്കാൻ നമ്മൾ പോകേണ്ട കാര്യമില്ല. പകരം ചോദിക്കാൻ പോകുമ്പോൾ, പകരം പറയാൻ പോകുമ്പോൾ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. നമുക്കെതിരെ ആരെങ്കിലും കള്ളം പറയുകയാണെങ്കിൽ, നമുക്കെതിരെ ആരെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ മുകളിൽ കേസ് കൊടുക്കാൻ നമുക്ക് പോകേണ്ട കാര്യമില്ല. നമുക്കെതിരെ ഇല്ലാവചനങ്ങൾ പറയുമ്പോൾ അതിനെതിരെ നമ്മളും അതിനപ്പുറമായിട്ട് പറയാനായിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, നീ ഇത് കാണുന്നുണ്ടല്ലോ. ആസ പ്രാർത്ഥിച്ച പോലെ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ ആരുമില്ലല്ലോ. ദൈവം ഇടപെടും. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാ.
അവൻ ഞങ്ങളെ വിടുവിക്കും. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നീ ഉണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കയില്ല. സ്തോത്രം, സ്തോത്രം. ജീവൻ കൊടുക്കാൻ തയ്യാറായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് വേണ്ടി സ്വർഗത്തിലെ ദൈവ തീച്ചൂള, സ്തോത്രം, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഏശിയാക്കി മാറ്റി. അവര് 3 പേരെ അതിനകത്ത് വീണപ്പോൾ 4 പേര് നൃത്തം ചവിട്ടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അവരാരാധിക്കുന്നത് കണ്ടിട്ട് നെബൂഖദ്നേസറിന്റെ സിംഹാസനത്തിൽ നിന്ന് താൻ ചാടി എഴുന്നേറ്റു. എടാ, 3 പേരെ അല്ലേ നമ്മൾ ഇട്ടത്, ഇത് 4 പേര് നൃത്തം ചവിട്ടുന്നു. അവർ ഓടി വന്ന് നെബൂഖദ്നേസർ തീച്ചൂളയുടെ ആ ഘനം നോക്കിയില്ല, അതിന്റെ വാതിക്കൽ വന്നു. വന്നിട്ട് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ വിളിച്ചു. അവർ സ്തോത്രം, അവരുടെ രോമത്തിന് പോലും തീയുടെ മണം ഏശിയില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, സ്വർഗത്തിലെ ദൈവത്തിന് നിന്റെ മേൽ പദ്ധതിയുണ്ടെങ്കിൽ, നിന്റെ മേൽ പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവം അറിയാതെ നിന്റെ രോമത്തിന് കേടുവരുത്താൻ, സ്തോത്രം, സ്തോത്രം, നിന്റെ ദൈവം അറിയാതെ ഒന്നും നിനക്ക് സംഭവിക്കയില്ല. നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് പ്ലാനുണ്ട്. നിന്റെ പ്രാർത്ഥന എപ്രകാരമായിരിക്കുന്നു, നിന്റെ സമർപ്പണം എപ്രകാരമായിരിക്കുന്നു, നിന്റെ തീരുമാനം എപ്രകാരമായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് വിവേചിച്ചു നോക്കുക. എന്റെ ദൈവമേ, നീയും ഞാനുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? നീയും ഞാനുമായിട്ടുള്ള ഡീലിംഗ് എങ്ങനെ ഇരിക്കുന്നു? നീയും ഞാനുമായിട്ടുള്ള കടപ്പാട് എങ്ങനെ ഇരിക്കുന്നു? നമുക്കൊന്ന് വിലയിരുത്താം. എന്റെ പ്രാർത്ഥന എങ്ങനെ ഇരിക്കുന്നു? എന്റെ ആരാധന എങ്ങനെ ഇരിക്കുന്നു? ഞാനും നീയുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാനിയേൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും താനെ 8 മണിക്കൂർ ഇടവിട്ട് താൻ പ്രാർത്ഥിക്കാനായിട്ട് തന്റെ മുറിക്കകത്തേക്ക് കയറി ചെല്ലും. യെരൂശലേമിലേക്കുള്ള കിളിവാതിൽ തുറന്നിടും. താന് ബാബേൽ പ്രവാസത്തിലാണ് കിടക്കുന്നതെങ്കിലും യെരൂശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന കിഴക്ക് ഭാഗത്തൂടെ താൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ ആലയം ഇരിക്കുന്ന സ്ഥലം വിശ്വാസ കണ്ണ തന്റെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട്, ആലയത്തിൽ മഹത്വം ഇറങ്ങുന്നത് ഹൃദയത്തിൽ കണ്ടുകൊണ്ട് വിശ്വാസത്താൽ പ്രാർത്ഥിക്കുക. ദാനിയേൽ രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, 8 മണിക്കൂർ ഇടവിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ നടുവിൽ ശത്രുവിന്റെ അടിത്തറ ഇളക്കി. ശത്രുവിന് ഇരിക്കാൻ പറ്റുന്നില്ല. നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സ്വസ്ഥതയില്ല. അവരുടെ മാന്ത്രിക പ്രവർത്തനങ്ങളൊന്നും ഫലിക്കുന്നില്ല. അവരുടെ വിജയത്തിന് വേണ്ടി ഒതുക്കി വെച്ച മാന്ത്രിക ശക്തികളൊന്നും അവർക്ക് വിജയത്തിലേക്ക് നയിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അവർ ആരോ ഇതിന്റെ പിൻപിൽ അത് പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് അത് ആരാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ദാനിയേലിന്റെ പ്രാർത്ഥനയാണ് നമ്മുടെ നേതൃസ്ഥാനത്തിനെതിരെയുള്ള പ്രതികൂലമെന്ന് മനസ്സിലാക്കിയ അവർ ആ പ്രാർത്ഥന നിർത്തൽ ചെയ്യുവാൻ വേണ്ടി അവർ കുരുക്കൾ ഒരുക്കി അതിന്റെ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കി ദാനിയേലിനെതിരെ എഴുന്നേറ്റു. എന്നാലും ദാനിയേലിന്റെ പ്രാർത്ഥന നിർത്തിക്കളഞ്ഞില്ല. രാവിലെ പ്രാർത്ഥിച്ചു, ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചു, വൈകുന്നേരത്ത് പ്രാർത്ഥിച്ചു. 8 മണിക്കൂർ ഇടവിട്ട് തന്റെ പ്രാർത്ഥന ശക്തി കൂട്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രേഖ എഴുതിയിരിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും പ്രാർത്ഥന നിർത്തിക്കളഞ്ഞില്ല. സ്തോത്രം, 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 സ്തോത്രം. സിംഹത്തിന്റെ കുഴി ഒരുങ്ങി, സിംഹത്തിന്റെ ഗുഹ ഒരുങ്ങി, വാതിലുകൾ തയ്യാറായി. സിംഹത്തെ കൊണ്ടുവന്ന് കിടത്തി. സിംഹത്തിന്റെ കൂട്ടിനുള്ളിലേക്ക് 10-12 സിംഹങ്ങൾ കിടക്കുന്ന കൂട്ടിനകത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. ആ സിംഹത്തിന്റെ രോമകൂപങ്ങൾ വിടർത്തിക്കൊണ്ട്, കാഞ്ചിരോമം വിടർത്തിക്കൊണ്ട്, അണിയാണിയായിട്ട് നിന്നുകൊണ്ട് അഭിഷക്തനായ ദാനിയേലിനെ സിംഹങ്ങൾ സ്വീകരിച്ചു. ഓരോ മൂലയ്ക്ക് അവർ മാറിയിരുന്നു.
അഭിഷക്തൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവര് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രഭാതത്തിൽ രാജാവ് ഉറക്കമുണർന്നു വന്ന് രാജാവ് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ രാജാവിനോട് ദാനിയേൽ പറയുക, അല്ലയോ രാജാവേ, അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് അവയുടെ വായെ ദൈവം അടപ്പിച്ചു കളഞ്ഞു. ഇന്ന് പകൽ സ്വത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ പക്കൽ പ്രതിഫലമുണ്ട്. നീ ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, നീ ഒന്നും എതിർവ പറയാൻ പോകണ്ട, നീ ഒന്നും എതിര് ചെയ്യാൻ പോകണ്ട. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന്റെ കരം നീട്ടും. എത്ര ഉന്നതനാണെങ്കിലും സ്വത്രം നെബൂഖദ്നേസരെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് സദൃശനാക്കി മാറ്റിയ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ കാരാഗ്രഹത്തിൽ ഒതുക്കിയപ്പോൾ ഹെരോദാവിനെ പുഴുവിന് കൃമിക്ക് ഇരയാക്കിയവനാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ദൈവത്തിന്റെ പൈതലെ, സമർപ്പിക്കാൻ തയ്യാറുള്ള ദൈവ പൈതലെ, നിനക്കൊരു പ്രതിഫലമുണ്ട്. നിന്റെ പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് നിനക്ക് വേണ്ടി വരുന്നുണ്ട്. ഏലിയാവ് പറഞ്ഞു, മതി യഹോവേ മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ വിശ്വാസം മതിയാക്കി ചൂരച്ചെടിയുടെ തണലിൽ അതേ സ്വത്രം ജീവിതം ഹോമിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവം പറയുകയാ, അതേ സ്വത്രം ഏലിയാവേ, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. നീ ഒരിക്കലും മതിയെന്ന് പറയരുത്. ഈ വിശ്വാസം മതി, ഈ പ്രാർത്ഥന മതി, ഈ ആരാധന മതി, ഈ കൂട്ടായ്മ മതി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തെ ഒതുക്കിക്കളയാൻ ഒരുങ്ങുന്ന ദൈവ ജനത്തോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും സ്വന്തം തളരരുത്, ഒരിക്കലും ക്ഷീണിക്കരുത്. അഗ്നിയശങ്ങൾ, അഗ്നിമയമായ രഥങ്ങൾ ഏലിയാവിന് വേണ്ടി ദൈവം അയച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ തളരുന്ന ഹൃദയത്തിന്റെ ഉടമയാകരുത് എന്ന് പറഞ്ഞ ഏലിയാവ് ദൈവം പറയുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. അവൾ പറയുന്നത് പോലെയല്ല, അവളുടെ വാക്കാനല്ല ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്, ഞാൻ നിന്നെ ആക്കി വെച്ചത്. മറിച്ച് അഗ്നിയശങ്ങളിൽ, അഗ്നിമയ രഥങ്ങളിൽ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചത്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. വരുന്നുണ്ട് നിനക്ക് വേണ്ടി അഗ്നിയശങ്ങൾ, അഗ്നിമയ പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിനക്ക് വേണ്ടി സ്വന്തമേ നിന്നെ കാത്തിരിക്കുകയാണ്. ജീവിതം ക്ഷീണിക്കരുത്. നിന്റെ അടുക്കൽ യേശുവുണ്ട്. യേശു നിന്റെ അടുക്കലുണ്ട്. വലത്തുഭാഗത്ത് യേശുവുണ്ട്. യേശു നിന്റെ അടുക്കലുണ്ട്. നിന്നെ വിടിപ്പാൻ യേശു നിന്റെ അടുക്കലുണ്ട്. നിന്റെ കരത്തോട് കൂടെ ചലിക്കാൻ യേശു വരുന്നുണ്ട്. നിന്റെ അടുക്കൽ യേശുവുണ്ട്. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡിവൈസിലുള്ള ഓരോ കുടുംബത്തിലും യേശുവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട്. ആത്മാവിന്റെ വലിയൊരു പരിവർത്തനം വെളിപ്പെടുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട്. അതേ സ്വത്രം ശക്തമായി ദൈവാത്മാവിന്റെ ചലനം വെളിപ്പെടുന്നുണ്ട്. അതേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉപരിയായ ഒരു വലിയ വിടുതൽ അത് ഭവനത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെടുന്നുണ്ട്, വ്യക്തി ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ട്. ഒരിക്കലും മനസ്സ് ക്ഷീണിക്കരുത്, ഒരിക്കലും ഹൃദയം പതറരുത്. അത്ഭുതത്തിന്റെ പ്രവൃത്തിയുമായി ദൈവം അടുക്കൽ വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാൻ ദൈവം വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു പ്ലാനുകൾ, പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഭവനത്തിന്റെ അകത്തളത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നുണ്ട്. നീ ക്ഷീണിച്ചു പോകരുത്. വയറിന്റെ അസ്വസ്ഥത നിമിത്തം, ചില ഭാരങ്ങൾ നിമിത്തം ഓപ്പറേഷന് പോലും വിധേയപ്പെടുന്ന ശത്രു വാദിച്ചു കൊണ്ട് നിൽക്കുന്ന ചില പോരുകളെ ഇന്ന് ഈ പകൽക്കാലം അഴിച്ചു മാറ്റുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. അത്തരം ചില ഓപ്പറേഷന് വിധേയപ്പെടുത്തുവാൻ പിശാച് ഒരുക്കിയ ചില കെണികളെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് ഒരു വലിയ വിടുതൽ അയക്കുവാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുക്ക. ഒരു വലിയൊരു അത്ഭുതം സ്വത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയ സ്വത്രം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യം. ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ. സ്തോത്രം.
ആ എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. സ്തോത്രം. നിങ്ങൾ അത്യുന്നതന്റെ നിങ്ങൾ മക്കളാകും. പകരം ചെയ്യരുത്, പകരം ചെയ്യരുത്, പകരം പറയരുത്, എതിർ പറയരുത്. ദൈവസന്നിധി പ്രാർത്ഥിച്ച മാത്രം മതി. സ്വദ്രഹം, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. സ്വദ്രഹം, കർത്താവ് പറയുക, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ പ്രതികാരം ചെയ്യരുത്. സ്വദ്രഹം, ഒരു കാരണവശാലും പ്രതികാരം പറയരുത്. സ്വദ്രഹം, നമ്മൾ ദൈവത്തിന്റെ സന്നദ്ധയിൽ ശക്തമായി നിൽക്കാൻ നമ്മൾ തയ്യാറാകുക. ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുക. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ചലനം ദൈവാത്മാവിനെ കാണിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില വിടുതലുകൾ വെളിപ്പെടട്ടെ. സ്വത്രം, എന്തുകൊണ്ട് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം സ്വത്രം 58-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58. ന്യായബന്ധനങ്ങളെ എന്തുകൊണ്ട് പ്രതിഫലം നമുക്ക് ലഭിക്കുന്നില്ല? നമ്മൾ സ്വയം കെട്ടിവെക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. അന്യായമായി, ന്യായമല്ലാതെ കെട്ടുന്ന ചില ബന്ധനങ്ങളുണ്ട്. അതിനെ നമ്മൾ തന്നെ അഴിക്കണം. നമ്മൾ തന്നെ അഴിക്കണം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നുകത്തിന്റെ അമിക്കയറുകളെ, നമ്മൾ സ്വയം കെട്ടിവെച്ചിരിക്കുന്ന നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? എന്നിട്ട് വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ? സ്വത്രം, കണ്ടോ എന്തുകൊണ്ട് നമ്മുടെ വഴികൾ അടയപ്പെടുന്നു? എന്തുകൊണ്ട് നാം അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നു? സ്വത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഇങ്ങനെ നാം ചെയ്താൽ സ്വത്രം എന്ത് സംഭവിക്കും? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. സ്വത്രം, നോക്ക്, ദൈവത്തിന്റെ പ്രതിഫലം എന്തുകൊണ്ട് താമസിക്കുന്നു? സ്വത്രം, നമ്മൾക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ പ്രതിഫലം നമുക്കത് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ അത് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ മേൽ ദൈവം പകർന്നു തരുവാനിടയായി തരും. ഒരിക്കൽ അബ്രഹാം വാവിട്ട് കരഞ്ഞ സന്ദർഭങ്ങളുണ്ട്. സ്വത്രം, ഒരിക്കൽ അബ്രഹാം ഹല്ലേലൂയ ദൈവത്തോട് ചോദിച്ച സന്ദർഭങ്ങളുണ്ട്. ഒരിക്കൽ അബ്രഹാം നിലവിളിച്ച സന്ദർഭങ്ങളുണ്ട്. സ്വത്രം, എന്നാൽ ആ സന്ദർഭങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറി. സ്വത്രം, നോക്കിയേ, ദൈവം 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ദൈവത്തിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? യഹോവയ്ക്ക് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? സ്വത്രം, 17-ാം അധ്യായം ദൈവം ഇറങ്ങി വന്നിട്ട് പറയുക, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, എനിക്ക് കഴിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. 17-ാം അധ്യായം താൻ കമന്ന് വീണ് കിടന്ന് ചിരിക്കുവാനിടയായി തോന്നു. സ്വത്രം, ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വത്രം, അതെ, തനിക്ക് ഈ ലോകത്തിലെ ഒന്നും വേണ്ട എന്നുള്ള ചിന്തയിൽ താൻ ദൈവത്തോട് പറയുന്ന ഭാഗം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. തൻ്റെ കലടിയ മക്കളുമായി ഒന്നിച്ച് ഒരു കൂടാരത്തിൽ പാർത്തുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഭവനത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. സ്വത്രം, ഹല്ലേലൂയ. അവൻ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിപ്പാൻ ദൈവം നമുക്ക് വേണ്ടി വലിയതൊന്ന് മുൻകരുതി വെച്ചിരിക്കുകയാണ്. സ്വത്രം, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിപ്പാൻ നമുക്ക് വേണ്ടി
സ്വതന്ത്രം. കാരണം എന്താ? നമ്മളെ യേശുക്രിസ്തുവിന്റെ ചങ്കിലെ ചോര തന്ന നമ്മെ വീണ്ടെടുത്തത്. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ നിന്നെ തെരഞ്ഞെടുത്ത് നിന്നെ വീണ്ടെടുത്തത് യേശുക്രിസ്തുവിന്റെ ചങ്കില് ചോര തന്ന വീണ്ടെടുത്തത്. സ്വതന്ത്രം. നീ അവന് വിലപ്പെട്ടതാണ്. നീ അവന് സ്വതന്ത്രം ഏറ്റവും പ്രിയനാണ്, ഏറ്റവും പ്രിയയാണ്. നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ അത് ദൈവത്തിന് വിഷമമാ കേട്ടോ. നിന്റെ ഹൃദയം വേദനിക്കുന്നത് ദൈവത്തിന് വിഷമമാ. അല്ലെങ്കിൽ നിന്റെ ഹൃദയം തകരുന്നത് ദൈവത്തിന് വിഷമമാ. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ സന്നദ്ധയിൽ കർത്താവേ ഞാനിത് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഇനി സമയം തീർന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ഇന്ന് പകൽ ഒരു വലിയ വിടുതലിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഒരു വലിയ ദൈവപ്രവർത്തി ഭവനങ്ങളിൽ, അതേ സ്വതന്ത്ര ഈ ഡിവൈസിലുള്ള ഓരോ കുടുംബങ്ങളിലും ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ അടയാളങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ വീര്യപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നെറുകം മുതൽ പാദം വരെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ശരീരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്, മനസ്സിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്, ഭവനത്തിന്റെ അകത്തളത്തിൽ ചില വിടുതലുകൾ വെളിപ്പെടുന്നുണ്ട്. ചില നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത ചില വിഷയങ്ങളുടെ നടുവിൽ അതേ സ്വതന്ത്ര കിടന്ന് ഉഴലുന്നത് പോലെ അനുഭവങ്ങളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ചില വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ആ ഹല്ലേലൂയ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒത്തിരി നാൾ പ്രാർത്ഥിച്ചു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് ഒന്നും ഒരു മറുപടി കാണാൻ കഴിയാതെ മനസ്സ് ക്ഷീണിച്ച് ഹൃദയം പതറി ഞാൻ ഇനി ആരോട് പറയും എന്ന് പറഞ്ഞ് മനസ്സ് വിഷമിച്ച് ഇരിക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു വലിയ വിടുതൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് ഭവനത്തിന്റെ അകത്തളത്തിൽ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. യേശുവിനെ വന്ന് കണ്ട് യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് കഥാപ്പച്ചനോട് പറ, യേശുവേ ഞാൻ നിന്റെ മകനാ, ഞാൻ നിന്റെ മകളാ, ഞാൻ നിനക്ക് വേണ്ടി എന്നെ തന്നെ ഇതാ ഏൽപ്പിച്ചു തരുന്നു. എന്റെ വിഷയത്തിന്മേൽ നീ ഒന്ന് തൊട്ടാട്ടെ, നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയാട്ടെ. ഞാനിതാ സമർപ്പിച്ചു തരുന്നു. എന്നെ ഒന്ന് തൊട്ടാട്ടെ, എന്റെ വിഷയത്തെ ഒന്ന് തൊട്ടാട്ടെ, എന്റെ കുഞ്ഞിനെ ഒന്ന് തൊട്ടാട്ടെ, എന്റെ ഭവനത്തെ ഒന്ന് തൊട്ടാട്ടെ, എന്റെ വിഷയത്തെ നീ ഒന്ന് തൊട്ടാട്ടെ. ഞാനിത് ഏൽപ്പിച്ചു തരുന്നു. യേശുവേ 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 എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചു തരുന്നു. കർത്താവേ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരു വലിയ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു, വലിയൊരു അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു. അതേ യായിറോസിന്റെ ഭവനത്തിൽ യേശു വന്നിട്ട് കരയുന്നവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് യായിറോസിന്റെ മകളെ അവരെ കൈക്ക് പിടിച്ചപ്പോൾ അവിടെ ശരീരത്തിലേക്ക് ദൈവശക്തി ഇറങ്ങി. അത് രക്തത്തിൽ, മജ്ജയിൽ, മാംസപേശിയിൽ, ഞരമ്പുകൾ, ത്വക്കിൽ, പദപ്പേക്കിന്റെയിൽ സകല നാഡീ ഞരമ്പുകളും ദൈവശക്തി ഇറങ്ങി ജീവൻ പ്രാപിച്ച് ആ കുഞ്ഞ് ചാടി എഴുന്നേറ്റതുപോലെ ഒരു വലിയ അത്ഭുതത്തിന്റെ പ്രവൃത്തി കർത്താവ് നമ്മുടെ ഭവനത്തിന്റെ അകത്തളത്തിൽ ചെയ്യുന്നു. ഭവനത്തിൽ, വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, നിന്റെ വചനത്തിന് മുൻപിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, നിന്റെ അത്ഭുതം ഈ വ്യക്തി ജീവിതങ്ങളുടെ മേൽ ശക്തമായി വെളിപ്പെടട്ടെ. ചില കുടുംബങ്ങൾ, ചില ഭാരങ്ങളുണ്ടല്ലോ, ആ വിഷയത്തിന് ദൈവത്തിന്റെ ആത്മാവ് തൊട്ടതിനായി സ്വോത്രം, ആ കെട്ടഴിച്ചതിനായി സ്വോത്രം, ആ ബന്ധനത്തെ അഴിച്ചതിനായി സ്വോത്രം, ആ പോരാട്ടത്തെ ദൈവത്തിന്റെ ആത്മാവ് എഴുത്തുമാറ്റിയതിനായി സ്വോത്രം, ആ വേദന ദൈവാത്മാവ് എഴുത്തുമാറ്റിയതിനായി സ്വോത്രം, ആ തളർത്തുന്ന തളരുന്ന അനുഭവങ്ങളിട്ട് പോരാടുന്ന ആ ബന്ധനങ്ങൾ എന്റെ ദൈവം അഴിച്ചു മാറ്റിയതിനായി സ്വോത്രം, ഒരു വലിയ വെളിപ്പെട്ടതിനായി സ്വോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് വചനത്തിന് മുൻപിൽ സമർപ്പിക്കുന്നതാ. നീ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. എനിക്ക് അവസരം ഒരുക്കി തന്ന ബഹുമാന്യ കത്തുദാസനും ഈ മിനിസ്ട്രിക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സ്തോത്രം.